എൻ്റെ കണ്ണ് തുറന്നൊരു പ്രഭാതം കാണുവാനായിട്ട് എനിക്ക് അനുഗ്രഹം തന്ന ദൈവമേ നന്ദി പറയുന്നു. എത്രയോ പേർക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ് ഇതെന്ന് ഞാനും തിരിച്ചറിയുന്നു. അങ്ങനെ എൻ്റെ കണ്ണ് തുറന്നതിലൂടെ എൻ്റെ ഉൾക്കണ്ണ് തുറക്കുവാനായിട്ട് എന്നിലുള്ള ശക്തി അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നീ എൻ്റെ കണ്ണ് തുറന്ന് എന്നെ കാണുന്നത് പോലെ എൻ്റെ ഉൾക്കണ്ണ് തുറന്ന് നിന്നെ എൻ്റെ ചുറ്റുമുള്ളവരിലൂടെ കാണുവാനായിട്ടും, അങ്ങനെ ചുറ്റുമുള്ളവരിൽ ദൈവത്തെ കാണുമ്പോൾ നീ എന്നിൽ സംപ്രീതനാകുന്നു എന്ന് തിരിച്ചറിയുവാനും നീ എന്നെ ഇന്നേ ദിവസം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലഹരി എന്നുള്ള വിഷയത്തെ തൊട്ടപ്പോഴത്തേക്കും എന്തുമാത്രം അനുഭവങ്ങളാണ് ഓരോരുത്തർ പങ്കുവെക്കുന്നത്. കാരണം അതുമാതിരി നമ്മുടെ സമൂഹത്തെ പടർന്ന് പിടിച്ചിരിക്കുന്ന ക്യാൻസറിനേക്കായും വലിയൊരു തിന്മയാണത്. പക്ഷേ ഈ തിന്മയുടെ ആഴം നമ്മുടെ സമൂഹം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ സ്ഥിതി. ഇത്ര വലിയൊരു മാരക വിപത്ത്, സാമൂഹ്യ തിന്മ നമ്മുടെ ഒരു തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് ഇവിടുത്തെ പൊതുസമൂഹത്തിന് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. കാരണം വടക്കേന്ത്യയിൽ പഞ്ചാബിലുള്ളവർ അവിടുത്തെ ഇതിനെക്കുറിച്ചിൻ്റെ ആഴങ്ങൾ അറിയാവുന്നവർ പറയുമായിരുന്നു, ഒരു ജനറേഷൻ, ഒരു തലമുറ ഏകദേശം തീർന്നു എന്ന് പറയുന്നത്. കാരണം അതുമാതിരി അവിടെ യുവജനങ്ങൾ, കുട്ടികൾ, മുതിർന്നവരായി വരുന്ന കുട്ടികൾ, അവരെല്ലാം ഇതിൻ്റെ അകത്ത് പെട്ട് അവരുടെ ജീവിതം തുലഞ്ഞു. കാരണം ഇത് ശരീരത്തെ നശിപ്പിക്കുന്നു, മനസ്സിനെ നശിപ്പിക്കുന്നു, ആത്മാവിനെ നശിപ്പിക്കുന്നു, സമൂഹത്തെ നശിപ്പിക്കുന്നു. 4 മാനങ്ങൾ ഈ കാര്യത്തിലുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയെ ലഹരിക്ക് അടിമയാക്കി കഴിയുമ്പോൾ ആ വ്യക്തി മുഖാന്തരം സമൂഹത്തിന് ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കേണ്ട നന്മകൾ നഷ്ടമാകുകയും അപ്രകാരം ഉള്ള വ്യക്തികൾ ഉണ്ടാകുമ്പോൾ സമൂഹമില്ലാതാവുകയും, കാരണം ഓരോ വ്യക്തിയുടെയും നന്മയുടെ ഒരു ആകത്തുകയാണല്ലോ സമൂഹത്തിൻ്റെ നന്മ എന്ന് പറയുന്നത്. അങ്ങനെ സമൂഹത്തിൻ്റെ അടിത്തറ തകരുകയും ചെയ്തു. കാരണം ഓരോരുത്തരായിട്ട് തന്നാലാവുന്ന നന്മകൾ ചെയ്യുമ്പോഴാണ് സമൂഹത്തിൽ നന്മയുണ്ടാകുന്നത്. തങ്ങളെ കാണുന്നത് തന്നെ ഒരു നന്മയാണെന്ന് കരുതുന്ന ആ ഒരു ലോകമുണ്ടാകുമ്പോൾ അത് തന്നെ ഈ ജീവിതത്തിൻ്റെ നന്മയുടെ വലിയൊരു പ്രകാശമല്ലേ അത്. എന്തുകൊണ്ടാണ് കാണുന്നത് തന്നെ ഒരു അനുഗ്രഹം എന്ന് പറയാൻ കാരണം ആ വ്യക്തിയിലൂടെ നന്മ ഉണ്ടാവുന്നത് കൊണ്ടാണ്, പ്രതീക്ഷിക്കുന്ന നന്മ വരുന്നത് കൊണ്ടാണ്, പ്രതീക്ഷിക്കുന്ന ഫലം അവിടെ ഉണ്ടാവുന്നതുകൊണ്ടാണ്. ആ ഫലമില്ലാത്ത ഒരു വൃക്ഷത്തിലേക്ക് ആരെങ്കിലും നോക്കൂ? ആരും നോക്കില്ല. പക്ഷേ ഈ ലഹരി വഴിയായിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയാത്ത വണ്ണം അവനവനിലേക്ക് ചുരുങ്ങി അവനവൻ്റെ ആ സന്തോഷം, അവനവൻ്റെ ആവശ്യങ്ങൾ, അവനവൻ്റെ ആ ഒരു ഉന്മാദം, അതിലേക്ക് ആ വ്യക്തിയെ ചുരുക്കിക്കൊണ്ടുവരും. അതാണ് ഏറ്റവും വലിയൊരു വിപത്ത്. ആ വിപത്താണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ ഇൻട്രോവെട്ടെന്നോ അധോമുഖികളെന്നോ ഒക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ളവരൊക്കെ അങ്ങ് മാറ്റി നിർത്തും. പക്ഷേ സത്യത്തിൽ ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു വിഡ്രോവൽ സിംറ്റം കാണുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയണം, എന്തോ ഒരു അപകടം പറ്റുന്നുണ്ട്. കാരണം സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള നന്മ കൊടുക്കാൻ കഴിയാത്തവണ്ണം, സമൂഹത്തിൽ നിന്നും ആ നന്മ ഉൾക്കൊള്ളാൻ കഴിയാത്തവണ്ണം ഒരു ഉൾവലിവ് കാണുന്നു. നമ്മുടെ സുനാമിക്ക് മുമ്പായിട്ട് സമുദ്രം ഉള്ളിലേക്ക് വലിഞ്ഞു എന്ന് പലരും ആ പ്രതിഭാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ടോ അത് തിരിച്ചടിച്ച് വരികയായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ കുട്ടികളിൽ സംഭവിക്കുന്ന ലഹരിയുടെ പ്രശ്നം. അവരുള്ളിലേക്ക് വരുന്നു, അതുവഴിയായിട്ടൊരു സമൂഹം തിന്മ ആഞ്ഞടിച്ച സമൂഹത്തെ, നമ്മുടെ നാടിനെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ നാടിനെ, നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്നു. അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാവുന്നവർ, അറിയേണ്ടവർ മൗനം പാലിക്കുന്നത് ഈ തിന്മ വളരാനിടയാകും. നമുക്ക് ചുറ്റുപാടും നമ്മുടെ ഉൾക്കണ്ണ് തുറന്ന് ഒന്ന് കണ്ണുടിച്ചാൽ മതി, നമുക്ക് പലരെയും രക്ഷിച്ചെടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇതിൻ്റെ തുടക്കക്കാരായിട്ടുള്ളവർ. ഇത് വരുന്ന വഴികളെന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിലേക്ക് വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നോളം അധികവും ബാംഗ്ലൂരിൽ നിന്നാണെന്നാണ് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. ബാംഗ്ലൂരിൽ ഇതിൻ്റെ വലിയൊരു വ്യാപാര ശൃംഖല തന്നെയുണ്ട് അത്ര. അത് പ്രത്യേകിച്ച് നമ്മുടെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ വഴിയായിട്ടാണ് അത് നടക്കുന്നതെന്നാണ് വേറൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തുമാവട്ടെ, ഇതിൻ്റെ ഒരു സ്രോതസ് ബാംഗ്ലൂരാണത്ര. നമുക്കൊന്നും വ്യക്തമായിട്ടല്ല, കാരണം ഒരിക്കലും ഒരു മനുഷ്യൻ ചിന്തിക്കാൻ കഴിയാത്ത വണ്ണമുള്ള
വഴികളിലൂടെയൊക്കെയാണ് ഈ ലഹരി കേരളത്തിലേക്ക് ഒഴുകുന്നത്. അത് കേരളം എന്നുള്ളത് ഞാനൊരു ഉദാഹരണമായിട്ട് എടുത്തു മാത്രമേ ഉള്ളൂ. ലോകത്ത് എവിടെയുമുള്ള മനുഷ്യർ, അത് ഞാൻ മലയാളത്തിൽ പറയുന്നതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അവരിലെല്ലാം പ്രത്യേകിച്ച് അവർ ടാർഗറ്റ് ഇടുന്നത് കുട്ടികളെയാണ്. കാരണം കുട്ടികളാകുമ്പോൾ ഒന്ന് അവരിൽ നിന്നും പണം ഈടാക്കാൻ സാധിക്കും, രണ്ട് അവരെ ലോങ് ടേം ഇത് അടിമയാക്കാൻ പറ്റും, മൂന്ന് അവരെ പിന്നീട് ഇതിൻ്റെ കണ്ണികളാക്കാൻ പറ്റും, നാല് അവരിലൂടെ പലരെയും ക്യാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരു ടാർഗറ്റ് ഉള്ളതുകൊണ്ടാണ് ഇവർ കുട്ടികളിലേക്ക് പോകുന്നത്. മുതിർന്നവരിലേക്ക് പോയി അവരത് കഴിച്ച് അവിടെ കിടന്ന് ഉറങ്ങത്തേ ഉള്ളൂ. കുട്ടികളങ്ങനെയല്ല. കുട്ടികൾക്ക് ഈ ആവേശം കൂടുമ്പോൾ, പിന്നെ അതിൻ്റെ അടിമയായി കഴിയുമ്പോൾ പിന്നെ അവരെ എന്തിനും ഉപയോഗിക്കാം, അവർ വഴി പലതിനും ഉപയോഗിക്കാം. അങ്ങനെ ഈ സമൂഹത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ഒരു തിന്മയുടെ നീരാളിപ്പിടുത്തം ഈ ലഹരിക്കുണ്ട് എന്ന് ഉള്ളത് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനെതിരെ ജാഗ്രത ഉണരേണ്ട സമയമായെന്ന് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ഒന്ന് ഉൾക്കണ്ണ് തുറന്ന് നോക്കിയിട്ട് എന്നാലാവുന്നത് തനിക്ക് ചെയ്യുവാനായിട്ട് തൻ്റെ ആ പക്ഷിച്ചുണ്ടിൽ ഒരു തുള്ളി വെള്ളം കൊണ്ടുപോയി ഒഴിച്ച് അത്രയെങ്കിലും തീയെടുത്താണ്ട് പരിശ്രമിച്ച ആ പക്ഷിയെപ്പോലെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കും, നമ്മുടെ ചുറ്റുമുള്ളവരുടെയും. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.